ഹായ് ഫ്രണ്ട്സ്, അബ്ദുറഹ്മാനാണ് ഓസോൺ മൊബൈൽസിൽ നിന്നും. ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ വളരെ വാർത്തയായിക്കൊണ്ടിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ IQ വിവോ കസ്റ്റമേഴ്സിന്റെ ഫോണുകളിൽ നിന്നും പൈസകൾ നഷ്ടപ്പെടാം, ബാങ്ക് അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യാം എന്നൊക്കെ ഉള്ളൊരു വാർത്തയാണ്. എന്താണ് അതിന്റെ കറക്റ്റ് ന്യൂസ് എന്നുള്ളത് കേട്ടോ. IQ വിവോ ഫോണുകളിൽ പുതിയതായിട്ട് ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ശരിക്കും വന്നിട്ടുണ്ട്. ഒറിജിൻ OS എന്ന് പറയുന്ന ഒരു അപ്ഡേറ്റുകൾ പുതിയ വിവോ സ്മാർട്ട് ഫോണുകളിലും IQ ഫോണുകളിലും വന്നിട്ടുണ്ട്. അത് കുറച്ചും കൂടിയും അവരെ പെർഫോമൻസ് കൂട്ടാനും മറ്റുള്ള എല്ലാവിധ ആപ്ലിക്കേഷൻസും സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് അവർ ഓരോ കമ്പനികളും, വിവോ അല്ല, IQ അല്ല, മറ്റു കമ്പനികളായാലും ഒപ്പോ ആയിക്കോട്ടെ, സാംസങ് ആയിക്കോട്ടെ, റെഡ്മി ആയിക്കോട്ടെ, ഓരോ സോഫ്റ്റ്വെയറുകളിലും അവർ വ്യത്യസ്തമായ അപ്ഡേഷനുകളുണ്ട്. അവരുടെ ടോട്ടൽ പെർഫോമൻസുകൾ ഇംപ്രൂവ് ആക്കാൻ വേണ്ടിയാണ് ഓരോ അപ്ഡേറ്റ്സുകളും കൊണ്ടുവരുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് വിവോ ആയാലും IQ ആയാലും പുതിയ OS കൊണ്ടുവന്നേക്കുന്നത്. ആ OSകൾ ഒരു ലിങ്കുകൾ കണ്ടാലും അതിൽ കൂടെ മാത്രം നിങ്ങൾ ചെയ്യരുത്. ഒരു കാരണവശാലും ലിങ്ക് വഴി വരുന്ന അപ്ഡേഷനുകൾ നിങ്ങൾ ചെയ്യരുത്. സെറ്റിംഗ്സിൽ, അതായത് ഫോണിന്റെ സെറ്റിംഗ്സിൽ വരുന്ന അപ്ഡേറ്റ്സുകൾ തുറന്ന് മാത്രമേ നമ്മളുടെ ഏത് ഫോണിന്റെ ആയിക്കോട്ടെ, വിവോ IQ അല്ല, മറ്റു കമ്പനികളുടെ ഫോൺ ആയാലും ഏതും ഓപ്പൺ ചെയ്യേണ്ടത്, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യേണ്ടത് സെറ്റിംഗ്സിലൂടെ മാത്രമായിരിക്കണം നിങ്ങൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യേണ്ടത്. നോർമലി ഫോണിൻ്റെ സെറ്റിങ്സിൽ സാധാരണയായിട്ട് ഉണ്ടാവുക എബൌട്ട് ഡിവൈസ് അല്ലെങ്കിൽ എബൌട്ട് ഫോൺ എന്നുള്ള ഒരു ഐക്കണിലാണ് ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഉണ്ടാവുക. എബൌട്ട് ഫോണിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് വന്നേക്കുന്ന ഐക്കൺ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഓപ്ഷൻ ഉണ്ടാവും. ഓൾറെഡി ആ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ലാസ്റ്റ് എന്നാണോ ആ ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഡൗൺലോഡ് ആൻഡ് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഇതിൽ വരും, ഇത്ര GB ചെയ്യാനുണ്ട് എന്നുള്ള രീതിയിൽ വരും. ആ രീതിയിൽ ഈ കാണിച്ച രീതിയിലല്ലാതെ വേറൊരു രീതിയിലും ഒരു ഫോണുകളിലും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യരുത്. ഇപ്പോൾ ഈ ഫോണിൽ കാണിക്കുന്നത് ഒരു അപ്ഡേറ്റ് ഉണ്ട്, ഇത്ര GB ഇതിലുണ്ട് എന്നടക്കം ഇതിൽ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ലാസ്റ്റ് വന്നേക്കുന്ന വേർഷൻ വരെയും ഇതിൽ വ്യക്തമായിട്ട് കാണിക്കും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്. അത് കഴിയുമ്പോൾ ഫോൺ റീസ്റ്റാർട്ട് ആയിട്ട് നമുക്ക് പുതിയ OSൽ ഫോൺ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഈ രീതി തന്നെ യൂസ് ചെയ്യുക. ഓക്കെ, താങ്ക്